നമ്മളിപ്പോൾ ഒളിമ്പിക് നാഷണൽ പാർക്കിൻ്റെ പീക്ക് ഏറ്റവും ഉയരത്തിലാണ്. ഹരിക്കെയിൻ ഹിൽ ട്രെയിൽ ഹെഡ് അതാണ് ഇതിൻ്റെ പേര്. നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. അതുപോലെ തണുപ്പുണ്ട്. ഒന്ന് കറക്കുമോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ കാണാനായിട്ട്. പക്ഷെ നല്ല മനോഹരമാണ്. ഹൈക്കിങ്ങിനൊക്കെ പോകാനാണെങ്കിൽ നല്ലതാണ്. പക്ഷെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒളിമ്പിക് നാഷണൽ പാർക്കിലെ ലേക്ക് ക്രസൻറ്റ് എന്ന് പറയുന്ന ലേക്കിനടുത്താണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇത് ഗ്ലേഷ്യർ ലേക്കാണ്. നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. ഈ മലകൾ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് അതിന്. നമ്മളിപ്പോൾ ഒളിമ്പിക് നാഷണൽ പാർക്കിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് സോൾഡക് ട്രെയിലാണ്. ഈ സോൾഡക് ട്രെയിൽ വഴി നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ നാട്ടിൽ ഇങ്ങനത്തെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇഷ്ടം പോലെ കണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു വൈബ് അല്ലേ, ഒരു എക്സ്പീരിയൻസ്. ഇത് നല്ല കാടാണ്, പൈൻമരങ്ങൾ. ഈ പൈൻമരത്തിൻ്റെ ഒക്കെ ഒരു വലിപ്പം കണ്ടോ, നോക്കിക്കേ എന്തുവാണോ. പൊക്കമാണെങ്കിൽ അങ്ങ് ആകാശം മുട്ടെ. ഇതുപോലെയുള്ള ധാരാളം മരങ്ങളും ചെടികളും പിന്നെ ചെറിയ ചെറിയ കാട്ടുപൂച്ചാന്നോ മറ്റോ പറയുന്ന ചെറിയ മൗണ്ടൻ ലയണും ഒക്കെ നിറഞ്ഞ ഒരു പ്രകൃതിയുടെ വികൃതിയാണ് ഇത്. അപ്പോൾ ഈ പ്രകൃതിയുടെ വികൃതിയിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ക്യാമറാമാൻ വളരെ ക്ഷമയോടുകൂടി എനിക്ക് ക്യാമറ പിടിച്ചു തരുന്നത് കൊണ്ട് എനിക്കിങ്ങനെ പോകാൻ പറ്റുന്നു. ക്യാമറാമാനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് നിർത്തിക്കോളൂ. കാര്യം പറഞ്ഞാൽ ഒരു ചെറിയ ഒരുപാടൊന്നും നടക്കാമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് നല്ല തണുപ്പുള്ളതുകൊണ്ട് ഈ എയർ നല്ല ഹെവിയാ. അതുകൊണ്ട് നമുക്കും അങ്ങോട്ട് ശ്വാസം കിട്ടാൻ ഇച്ചിരി പാടല്ലേ. പിന്നെ ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നതിൻ്റെ ആവാം അല്ലേ, നടക്കുമ്പോൾ ശ്വാസം മുട്ടുന്നത് അല്ലേ. അതിനുള്ളൊരു ചാൻസും കാണുന്നുണ്ട്. കാലെല്ലാം മരച്ചായിരിക്കുന്നത്. ഞാൻ ഷൂ മാറ്റിയത് കൊണ്ടായിരിക്കും. പക്ഷെ അറിയുന്നില്ല, കാല് മരച്ചിട്ടായിരിക്കുന്നത്. ഞാൻ ഷൂസ് മാറ്റി ആ ഷൂ ഇട്ടതില്ല, ഞാൻ നടക്കൂല. ബൂട്ട് ഇട്ട് കഷ്ടപ്പെടും. കാരണം അതിനടി സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്നിടത്തുള്ള അതല്ല. അതിന് അങ്ങോട്ടും അങ്ങോട്ടും ആയാൽ നമ്മൾ കാല് മടിഞ്ഞ് വീഴും. എൻ്റെ അമ്മ, അത് കണ്ടോ ഒരു നല്ല മരം. ഈ റോഡിലേക്കൊന്ന് നോക്കിക്കേ. നാട്ടിലാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലും കുപ്പിയും പാട്ടയും പിന്നെന്തുന്നാ പ്ലാസ്റ്റിക്കും ഒക്കെ ആയിരിക്കും. ഞാൻ വിചാരിക്കും ഇത് ആരെ രാവിലെ ഇവിടെ അടിച്ചു വരിട്ടാ. അത്ര ക്ലീനാണ്. ഒരു പ്ലാസ്റ്റിക് ആകട്ടെ ഒരു കടലാസാകട്ടെ ഒരു സാധനം ഇവിടെ ഇല്ല. ഇതാട്ടോ അവർ പറഞ്ഞ മഷ്റൂം ആണെന്ന്. പിന്നെ ഇത് ഉണ്ട്, കൈൻഡ് ഓഫ് ഡിഫറെന്റ് മഷ്റൂം അല്ലേ. നോക്കിക്കേ. അതെ, തൊട്ടുനോക്ക്. ഇരിക്കുന്നത് ഓക്കെ. അത് മഷ്റൂം, അത് മറ്റേ ലഹരിയുള്ള മഷ്റൂം ടൈപ്പ് ആയിരിക്കും. ഇതാ ഇവിടെ ഉണ്ടാ മഷ്റൂംസ് മറ്റേ ടൈപ്പ്.
ഇപ്പൊ നമ്മൾ നിൽക്കുന്നതിന്റെ പേരാണ് റയൽറ്റർ ബീച്ച്. ഈ ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുപോലെ റോക്ക് ഫോർമേഷനും പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള വൂഡുകൾ ഇങ്ങനെ വീണ് കിടക്കാണ്. വുഡ്സ് ഡ്രിഫ്റ്റ് വുഡ്സ് അല്ലേ. നമുക്ക് ഇങ്ങനത്തെ ഒരെണ്ണം ജാക്സൺവില്ലും ഉണ്ട്, പക്ഷെ ഇത്രയും ഭയങ്കരമല്ല. മൊത്തം ഒന്ന് ചുറ്റി കാണുവാണെങ്കിൽ ഇങ്ങനെയാണ്. ഇത് മലയാണ്, പസഫിക് ഓഷ്യൻ ആണിത് അല്ലെ രാജി, പസഫിക് ഓഷ്യൻ. ഇത് ഒളിമ്പിക് നാഷണൽ പാർക്ക് എന്ന് പറയുന്ന മലനിരകളാണ്. അങ്ങോട്ടേക്കൊക്കെ നോക്കുവാണെങ്കിൽ നിറയെ റോക്ക് ഫോർമേഷൻ ആണ്, നല്ല മനോഹരമാണ്. പിന്നെ ഈ നിലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധാരണ പോലെ മണലല്ല, ഇത് കണ്ട ഈ ടൈപ്പ് കല്ലുകളാണ്, നല്ല ഉരുളൻ കല്ലുകള്, നല്ല ഭംഗിയുള്ള ഉരുളൻ കല്ലുകൾ അല്ലേ. അപ്പൊ അതാണ് നമ്മുടെ റയൽറ്റർ ബീച്ച്. ഇതുപോലെ തന്നെ റൂബി ബീച്ചും. നമുക്ക് റൂബിൽ ബീച്ചിലേക്ക് നമ്മൾ ഓടിപ്പോയിട്ട് വരുന്നേ ഉള്ളൂ, ഇതുപോലെ വീഡിയോ എടുക്കാനൊന്നും സമയമില്ല. അപ്പൊ ഇതാണ് സിയാറ്റിൽ നിന്ന് ഒരു 5 മണിക്കൂർ ദൂരത്തിലാണിത്. നിലത്ത് കിടക്കുന്ന ഉരുളൻ കല്ലുകൾ പെറുക്കി കണ്ട, ഇവിടെ പരിപാടിയാണ് ഒരാള് വേണ്ട. ഇത് ആ കല്ലിന്റെ ഒക്കെ കുറച്ചും കൂടി ഒരു ക്ലോസർ ആയിട്ടുള്ള വ്യൂ ആണ്. നമുക്ക് എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം, കുറച്ച് കണ്ടോ. ഇത് മറ്റൊരു ഏരിയയിലാണ്, അവിടെ നിന്ന് ഒരു 5 മൈൽസ് കൂടെ മുന്നോട്ട് പോന്നിട്ടുണ്ടതിലുള്ള സ്ഥലമാണിത്. അപ്പം ഇവിടെയൊക്കെ വന്ന് ഇരിക്കാനൊക്കെ നല്ല രസമാണ്. കുറച്ച് നേരം അകത്തൊക്കെ പോയിട്ടിരിക്കാനായിട്ട് നല്ല കാറ്റുണ്ട്, വിമാനം പോകുന്നതിൻ്റെ ശബ്ദമുണ്ട്.